വാർത്തകളിലേക്ക് വിശദമായി നമ്മൾ കടക്കുമ്പോൾ ആദ്യം പോകുന്നത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് വീണ്ടും മരണം എന്ന വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം SITയിൽ ചികിത്സയിലായിരുന്ന കൊല്ലം കുന്നിക്കോട് സ്വദേശിയായ 7 വയസ്സുകാരിയാണ് മരണത്തിന് കീഴടങ്ങിയത്. വെന്റിലേറ്റർ സഹായത്തോടെയായിരുന്നു ഇത്രയും ദിവസം ജീവൻ നിലനിർത്തിയിരുന്നത്. ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് 3 കുട്ടികളാണ് മരിച്ചത് എന്നുള്ളതാണ് ഏറെ ആശങ്കാജനകമായ സാഹചര്യം. ഇത് കുട്ടികളുടെ മാത്രം കണക്കാണ്. പേവിഷബാധയേറ്റ് വാക്സിൻ എടുത്തതിന് ശേഷവും മരണപ്പെട്ടവരുടെ കണക്ക്, അത് മുതിർന്നവരുടെ കൂടി എണ്ണം എടുത്താൽ അത് ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്ക് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 2021 ശേഷം മാത്രമുള്ള കണക്കുകൾ എടുത്താൽ 22 ആളുകളാണ് ഇത്തരത്തിൽ വാക്സിൻ എടുത്തതിന് ശേഷവും മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് വാക്സിൻ എടുത്തതിന് ശേഷവും പേവിഷബാധ ഏൽക്കുന്നു എന്നുള്ള വലിയ ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. ഇതിൽ വാക്സിന്റെ ഫലപ്രാപ്തിയെയും ഗുണനിലവാരത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ സംസ്ഥാനത്ത് ഉയരുന്ന സാഹചര്യവുമാണ്. പക്ഷേ ആരോഗ്യവകുപ്പ് കൃത്യമായ വിവരം ആ ഒരു വിഷയത്തിൽ നൽകുന്നുണ്ട്, വിശദീകരണം നൽകുന്നുണ്ട്. ഇത്തരത്തിൽ വാക്സിന്റെ ഗുണനിലവാര കുറവ് മൂലമല്ല മരണം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഞരമ്പിനും മറ്റുമൊക്കെ കടിയേറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് പേവിഷബാധ ഏൽക്കാനും തലച്ചോറിലേക്ക് അത് ബാധിക്കാനുമുള്ള ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. നമുക്കൊപ്പം ആദ്യം തന്നെ ആരോഗ്യ വിദഗ്ധൻ ശ്രീ ഡോക്ടർ രാജീവ് ജയദേവൻ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. അത്ര നല്ല മോർണിംഗ് അല്ല നമുക്ക് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ, ജീവനുമായി മല്ലടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ 7 വയസ്സുകാരി. ഇപ്പോൾ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നു. ഈ കൈഞ്ഞരമ്പിന് കടിയേറ്റത് കൊണ്ടാണോ ഈ മരണം സംഭവിച്ചത് എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത്? ഈ റേബീസ് വാക്സിൻ എടുത്തതിന് ശേഷവും മരണം സംഭവിച്ചിട്ടുള്ള അപൂർവം കേസുകൾ പഠന വിധേയമായിട്ടുണ്ട്. അതിന്റെ പ്രബന്ധങ്ങൾ പറയുന്നത് 4 ഘടകങ്ങളാണ്. ഒന്ന്, നാഡികൾ ധാരാളമുള്ള പ്രദേശത്ത് കടിയേൽക്കുക. നമുക്കറിയാം, നമ്മുടെ ശരീരത്ത് നാഡികൾ എല്ലായിടത്തും ഒരുപോലെ കൂടുതൽ ഉള്ള സ്ഥലങ്ങളില്ല. നമ്മുടെ നാവ്, നമ്മുടെ മുഖം, വിരൽ തുമ്പുകൾ, ഇവിടെയെല്ലാം നാഡികളുടെ സാന്നിധ്യം വളരെ കൂടുതലുണ്ട്. ഇതിന്റെ പ്രാധാന്യം, വൈറസുകൾക്ക് സഞ്ചരിക്കാനുള്ള റോഡുകളാണ് ഈ നാഡികൾ. അതായത് രക്തക്കുഴലുകളല്ല, നെർവ്സ്. അത് തലച്ചോറിലേക്കും സ്പൈനൽ കോഡിലേക്കും പോകുന്ന റോഡുകളാണ് ഈ നാഡികൾ. അപ്പോൾ കൂടുതൽ നാഡികളുള്ള സ്ഥലങ്ങളിൽ കടിയേൽക്കുന്നവർക്ക് കൂടുതൽ രോഗസാധ്യതയാണ് ഉള്ളത്. അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. എന്നാൽ നമ്മൾ ഓർക്കേണ്ടത്, ഈ വാക്സിൻ എടുക്കാത്തവരിൽ, സപ്പോസ് ഒരാൾ ചിന്തിക്കുകയാണ്, ഈ റേബീസ് വാക്സിൻ എടുത്തിട്ട് കാര്യമില്ല എന്ന് ആരോ പറഞ്ഞു, ഏതോ ഒരു പട്ടി വന്ന് കടിച്ചു, വാക്സിൻ എടുത്തില്ല, പേപ്പട്ടിയാണ് കടിക്കുന്നതെങ്കിൽ ഈ വ്യക്തി മരണപ്പെടാനുള്ള സാധ്യത 10 മുതൽ 80% വരെയാണ്. പ്രത്യേകിച്ചും തലഭാഗത്താണ് കടിയേൽക്കുന്നതെങ്കിൽ 80%, അതായത് 10-ൽ 8 പേരും മരിക്കും. അത് ഓർക്കണം. അതുകൊണ്ട് വാക്സിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം നമ്മുടെ പ്രേക്ഷകരോട് സംസാരിക്കാനായിട്ട്. കാരണം പലരും, പ്രത്യേകിച്ചും മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത പലരും ചിലപ്പോഴെങ്കിലും ഇത്തരം വാർത്തകൾ കേട്ട് ഇതിൽ കാര്യമില്ല, പട്ടി കടിച്ചാൽ വീട്ടിലിരുന്നാൽ മതി എന്ന് ചിന്തിച്ചു പോയാൽ ഇത് വളരെ വലിയ ഒരു പ്രശ്നമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. കാരണം റേബീസ് ഇസ് 100% ഫേറ്റൽ. ലോകത്ത് 100% ഫേറ്റാലിറ്റി ഉള്ള ഒരു രോഗമുണ്ടെങ്കിൽ അത് റേബീസ് ആണ്. അതുകൊണ്ട് വാക്സിൻ എടുക്കാതിരുന്നാൽ അത് വളരെയധികം റിസ്ക് ആണ്. അത് ഓർക്കണം. ഡോക്ടർ, ഒരു കാര്യം കൂടി. യെസ്, ഇപ്പോൾ ഞാൻ ഒരു താരതമ്യം കൂടെ പറയാം. പലരും കോവിഡ് വാക്സിൻ എടുക്കാതെ ഇരുന്ന്, ഞാൻ വാക്സിൻ എടുക്കാതിരുന്നിട്ടും രക്ഷപ്പെട്ടു എന്ന് പറയും വീമ്പിളക്കുന്ന ആൾക്കാരുണ്ട്. കോവിഡിന്റെ മരണനിരക്ക് തുടക്കകാലത്ത് 1% അതായത് 100 പേരിൽ കോവിഡ് വന്നു കഴിഞ്ഞാൽ ഒരാളായിരുന്നു മരണപ്പെട്ടിരുന്നത്. ഇത്രയും പേർ മരണപ്പെടാനുള്ള കാരണം ലോകത്ത് എല്ലാവർക്കും തന്നെ കോവിഡ് വന്നു എന്നുള്ളതാണ്. നേരെ മറിച്ച് റേബീസ് അങ്ങനെയല്ല. ബാധിക്കുന്ന എല്ലാവരും തന്നെ മരണപ്പെടും. അതിൽ നിന്നും രക്ഷപ്പെട്ടവർ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഈ വാക്സിൻ എടുക്കാതിരിക്കുന്നത് വളരെ വളരെ ഡേഞ്ചറസ് ആണ് എന്ന് ആവർത്തിച്ച് പറയുകയാണ്. ബാക്ക് ടു യു.
ഡോക്ടർ, ഇത്തരത്തിൽ നായയുടെ കടിയേറ്റ് കഴിഞ്ഞാൽ നമ്മൾ പ്രാഥമികമായി പാലിക്കേണ്ട ചില ഫസ്റ്റ് എയ്ഡുകളുണ്ടല്ലോ. അതിപ്പോൾ ഡോക്ടർമാർ പറയുന്നത് ഏറ്റവും അടുത്ത നിമിഷം തന്നെ ആശുപത്രിയിലെത്തി വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. അതിന് മുന്നോടിയായിട്ട് ഇത്തരത്തിൽ മുറിവുകൾ സോപ്പിട്ട് കഴുകുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന് എടുക്കുന്ന ഒരു സമയം, ആ സമയക്രമത്തെക്കുറിച്ചും എത്രയും വേഗമാണ് ഈ ഗോൾഡൻ അവർ എന്നൊക്കെ ആയിരിക്കാം ആ ഒരു സമയത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്, എത്രയും വേഗം ആശുപത്രിയിലേക്ക് എത്തിക്കുക, ആ ഒരു വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. ഒരു മിനിമം ടൈം ബാൻഡ് അതിനുണ്ടോ? തീർച്ചയായും. നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരങ്ങളിൽ നിന്നും ഇതിലേക്ക് വരാം. ആദ്യത്തെ ഉത്തരം ഞാൻ പറഞ്ഞു, ഈ നാഡികളുടെ സാന്ദ്രത കൂടുതലുള്ളത്. രണ്ടാമത്തത്, എന്തുകൊണ്ട് ഇത് എടുത്തിട്ടും പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ ഒരു കാരണം ഈ പറഞ്ഞതാണ്. അതായത് കടിയേറ്റതിന് ശേഷം മുറിവ് കഴുകാൻ താമസിക്കുക, അല്ലെങ്കിൽ താമസമുണ്ടാവുക, അല്ലെങ്കിൽ എല്ലാ മുറിവുകളും കഴുകാൻ വിട്ടുപോവുക, അല്ലെങ്കിൽ കഴുകുന്ന പ്രക്രിയ വളരെ കൃത്യമായി കഴുകാൻ സാധിക്കാതിരിക്കുക. പ്രത്യേകിച്ചും നമ്മൾ പലപ്പോഴും നമ്മുടെ ആർക്കെങ്കിലും ആണ് കടിയേൽക്കുന്നെങ്കിൽ നമ്മൾ ഷോക്കിലായിരിക്കും, നമ്മൾ ഞെട്ടിയിരിക്കുകയാണ്, പതറിയിരിക്കുകയാണ്. ആ സമയത്ത് ആരെങ്കിലും വന്ന് കഴുകണമെന്ന് പറഞ്ഞാൽ അവർ പറയും വേണ്ട, വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ പോകാൻ പറയും. ഇതൊക്കെ സാധാരണ ജനങ്ങൾ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുക എന്ന് പറയുന്നതോടൊപ്പം തന്നെ ആ പോകുന്നതിന് മുൻപ് ഈ നായയുടെ ഉമിനീര്, അതിൽ നിന്നാണല്ലോ ഈ വിഷം അല്ലെങ്കിൽ ഈ പേ വൈറസുകൾ കയറുന്നത്. ഈ ഉമിനീര് കഴുകി കളയുക, അതാണ് ഏറ്റവും പ്രധാനം. അത് 15 മിനിറ്റാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് തന്നെ ഇതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും. വെറുതെ ഒന്ന് വെള്ളത്തിനടിയിൽ കാണിക്കുക അല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. വെള്ളത്തിനടിയിൽ കാണിച്ചാൽ മതിയെന്നല്ല പറഞ്ഞിട്ടുള്ളത്. 15 മിനിറ്റ് തുടർച്ചയായിട്ട് ഫ്ലോയിങ് വാട്ടറിൽ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓൺവെലപ്ഡ് വൈറസ് ആണ്, ചില ആവരണമുള്ള ഒരു വൈറസ് ആണ്. ആവരണം എന്ന് പറഞ്ഞാൽ അതിന് കൊഴുപ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു ആവരണമുണ്ട്. കോവിഡ് വൈറസിനും ഈ കൊഴുപ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു ആവരണമുണ്ട്. അതുകൊണ്ടാണ് സോപ്പ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ വൈറസ് തൽക്ഷണം നശിച്ചു പോകും എന്ന് പറയുന്നത്. അതുകൊണ്ട് സോപ്പ് ഉപയോഗിച്ച് ഈ ഉമിനീരിനോടൊപ്പം പറ്റിയിരിക്കുന്ന വൈറസുകളും പൂർണ്ണമായും നമ്മൾ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവിടെ അവശേഷിക്കുന്ന വൈറസുകൾ വളരെ കുറവായിരിക്കും. ഇത്രയും വൈറസുകളെ മാത്രം വാക്സിൻ പ്രതിരോധിച്ചാൽ മതി. നേരെ മറിച്ച് കഴുകാതെ അല്ലെങ്കിൽ മുറിവ് വെറുതെ ഒരു തുണി കൊണ്ട് വലിച്ചു കെട്ടി അല്ലെങ്കിൽ വരിഞ്ഞു കെട്ടി പോയി കഴിഞ്ഞാൽ അവിടെ അവിടെയുള്ള മുറിവിലേക്ക് എത്തിയിട്ടുള്ള എല്ലാ വൈറസുകളും തന്നെ അവിടെ തന്നെ ഉണ്ടാവുകയും അവയിൽ ചിലതെങ്കിലും അപൂർവമായിട്ട് വാക്സിൻ കൊടുക്കുന്നതിന് മുൻപ് നാഡികളിൽ കയറി പറ്റുകയും, ഈ നാഡികളിൽ കയറി പറ്റിക്കഴിഞ്ഞാൽ വാക്സിന് അതിൽ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന്റെ സാങ്കേതിക വശം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാഡികൾ എന്ന് പറയുന്നത് ഒരു നീണ്ട ട്യൂബാണ്. ഒരു ട്യൂബ് സങ്കല്പിക്കുക. നമ്മളിപ്പോൾ നാരങ്ങ വെള്ളം കുടിക്കുന്ന സ്ട്രോ പോലെ ഈ സ്ട്രോയ്ക്കകത്തൂടെയാണ് ഈ വൈറസ് പോകുന്നത്. സ്ട്രോയ്ക്കകത്തേക്ക് ആന്റിബോഡികൾക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ ഈ നാഡികളിൽ കയറിക്കഴിഞ്ഞാൽ വാക്സിന് അവിടെ പ്രവർത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രവർത്തിക്കുമെന്നും ഇല്ലെന്നും രണ്ട് പക്ഷമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബെസ്റ്റ് ചാൻസ്, അതായത് നമുക്ക് ഈ വൈറസിനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല ചാൻസ് ആ കടിയേറ്റ ഉടനെയാണ്. അതായത് നാഡികളിൽ ഈ വൈറസ് കയറുന്നതിന് മുൻപെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ മുഖം പോലെയുള്ള സ്ഥലങ്ങളിലെ കൈവിരൽ തുമ്പുകൾ പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് നാഡികൾ ഉണ്ടെന്നത്. അപ്പൊ ആലോചിച്ച് നോക്കൂ, നിരവധി വൈറസുകൾ, മുറിവ് കഴുകാതെ ഇരിക്കുക, നിരവധി നാഡികൾ. ആലോചിച്ച് നോക്കൂ, ഈ വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് 1 or 2 വൈറസുകൾ ഈ നാഡിയിൽ കയറി പറ്റിയാൽ പോരെ, അത് പേവിഷബാധയിലേക്ക് നയിക്കും. എന്നിരുന്നാലും ലോകമെമ്പാടുമുള്ള കണക്കുകൾ പറയുന്നത് ഈ മുറിവുകൾ കൃത്യമായി കഴുകുകയും അതിനുള്ള ഇഞ്ചക്ഷനുകൾ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കൊടുക്കാൻ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ 100% വാക്സിന്റെ ഫലപ്രാപ്തി. അതായത് നിയർലി 100%. അതിനുള്ള അപൂർവമായിട്ടുള്ള എക്സെപ്ഷൻസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് ഇഞ്ചക്ഷൻ ചെയ്യാനുള്ള താമസം, മുറിവ് കഴുകാനുള്ള ബുദ്ധിമുട്ട്, മുറിവ് അതിവേഗം തുന്നിച്ചേർക്കുക, അതായത് പ്രിമച്വർ സൂച്ചറിങ് ഓഫ് വൂൺസ് എന്നാണ് അതിനെ ടെക്നിക്കൽ ഭാഷയിൽ പറയുന്നത്. മുറിവ് തുറന്നു വെക്കുന്നതിന് പകരം അത് അതിവേഗം തുന്നിക്കെട്ടുക, അത് ഒരു റിസ്ക് ഫാക്ടറായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ മുറിവ് ചികിത്സിക്കാൻ അല്ലെങ്കിൽ ഇത് ഒരു പേവിഷബാധ സംശയിക്കപ്പെടാത്ത രീതിയിൽ ചിലപ്പോൾ ഈ മുറിവ് കെട്ടിവെക്കാനും അല്ലെങ്കിൽ തുന്നിക്കെട്ടാനും ഉടൻ തന്നെ ചെയ്തു കഴിഞ്ഞാൽ വൈറസുകൾ അതിനകത്ത് പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതെല്ലാം എക്സെപ്ഷൻ
പ്രിക്കോഷൻസ് ആണ്. പക്ഷെ ഇത് കേട്ട് നമ്മളുടെ പ്രേക്ഷകർ വാക്സിന്റെ പ്രശ്നമാണെന്നല്ല ചിന്തിക്കേണ്ടത്. ഇത് അപൂർവമായിട്ട് കേരളത്തിൽ 3 ലക്ഷത്തിലധികം പേർക്ക് ഓരോ വർഷവും നായയുടെ കടിയേൽക്കുകയാണ്. അതിൽ നിന്നും അപൂർവമായിട്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഓരോ മരണവും വേദനാജനകമാണ്. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത്, ഇതെടുക്കാതെ ഇരുന്നാൽ 100 കണക്കിന് ആൾക്കാർ ഇവിടെ മരണപ്പെടും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ മുമ്പോട്ട് നീങ്ങാനായിട്ട്. വാക്സിന്റെ ഗുണനിലവാരം പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. അത് എടുക്കുന്നവർക്ക് ആന്റിബോഡികൾ ഉണ്ടാകുന്നുണ്ട് എന്ന് വെരിഫൈ ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ സ്റ്റോറേജ് കണ്ടീഷൻസ്, വാക്സിന്റെ സ്റ്റോറേജും മറ്റും മെച്ചപ്പെട്ടതാണ്. ഇവിടെ ഇത് എടുക്കാനുള്ള വൈദഗ്ധ്യമുള്ള ആൾക്കാരുണ്ട്. രോഗികൾക്ക് ചെന്നെത്താനുള്ള സ്ഥാപനങ്ങളുണ്ട്. ഞാൻ പറയുന്നത് മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ അവസ്ഥ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹെൽത്ത് കെയർ ആക്സസ് എന്ന് പറയും, ഇതെല്ലാം വളരെ മെച്ചപ്പെട്ട ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. തീർച്ചയായും ഡോക്ടർ, വളരെ നന്ദി ഡോക്ടർ രാജീവ് ജയദേവൻ ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഡോക്ടർ പറഞ്ഞത് വളരെ വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 100% ഫലപ്രാപ്തി തന്നെയാണ് വാക്സിനുകൾക്ക് ഉള്ളത്. ഫലപ്രാപ്തി ഇല്ല, വാക്സിൻ എടുത്തതിന് ശേഷവും മരണം സംഭവിച്ചല്ലോ എന്ന് കരുതി ആരും ഇത്തരത്തിൽ നായയുടെ കടിയേറ്റ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ നായയുടെ ആക്രമണമേറ്റ് കഴിഞ്ഞാലോ വാക്സിൻ എടുക്കാതെ ഇരിക്കാൻ പാടില്ല എന്നുള്ള സന്ദേശം എല്ലാ പ്രേക്ഷകരിലേക്കും എത്തിക്കുകയാണ്. ഡോക്ടർ സൂചിപ്പിച്ച കാര്യം അതുതന്നെയാണ്. 3 ലക്ഷത്തിലധികം ആളുകൾക്കാണ് ഓരോ വർഷവും ഇത്തരത്തിൽ നായയുടെ ആക്രമണം ഉണ്ടാകുന്നത്. അതിൽ അപൂർവം ചില കേസുകൾ മാത്രമാണ് ഇത്തരത്തിൽ ഈ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കോ പേവിഷബാധ ഏൽക്കേണ്ട സാഹചര്യത്തിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ വാക്സിന്റെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് യാതൊരു സംശയവും ഈ ഘട്ടത്തിൽ വരേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നമുക്ക് SIT ആശുപത്രിയിലേക്കൊന്ന് പോകാം. അവിടെ ഇപ്പോൾ മരണപ്പെട്ട 7 വയസ്സുകാരിയുടെ അമ്മയുടെ പ്രതികരണം നമുക്ക് ലഭ്യമാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലേക്ക് വളർത്തിയതുകൊണ്ട് കണ്ടില്ലേ, ഇവിടെ തന്നെ പട്ടികൾ വളർന്നു കയറി പോകുന്ന കണ്ടില്ലേ, കുഞ്ഞുങ്ങളെ തിരിയുന്ന എല്ലാ സഹായം ചെയ്തെങ്കിൽ തന്നെ അവിടെ വേസ്റ്റ് കൊണ്ടിടരുത്, ഇടുന്ന എല്ലാരോടും പറയും. ഒരു മനുഷ്യനും കേട്ടില്ല. അത് തിന്നാൻ വന്ന പട്ടികളെ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്. ഞാന് ഓട്ടിച്ചു വിട്ട പട്ടിയെ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്. എനിക്കിപ്പോ ഞാൻ ഓടിച്ചെല്ലുമ്പോ എന്റെ കുഞ്ഞിനെ കടിച്ചു വലിക്കുമായിരുന്നു. അപ്പോഴേ എടുത്തോണ്ട് പോയി. ഞാൻ ഇപ്പതാണ്ട് കൊണ്ടുപോയി. ഇനി എനിക്കിനി കാണാനില്ല. VV അരുൺ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ ആശുപത്രിയിൽ നിന്നാണ് ചേരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ, അതിവൈകാരികമായ കാഴ്ചകളാണ് അവിടെ നിന്നുള്ളത് എന്നറിയാം. ഇനിയുള്ള നടപടിക്രമങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ. അറിയാം, തീർത്തും വൈകാരികമാണ്. ഒരു കുഞ്ഞിന്റെ അമ്മ, 7 വയസ്സ് മാത്രമുള്ള കുട്ടി, വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. ആ കുട്ടിയാണ് ഇത്തരമൊരു താഴോട് അന്ത്യത്തിലേക്ക് പോയിരിക്കുന്നത്. വളരെ നിർദ്ധരെങ്കിലും കൃത്യമായ ചികിത്സ നൽകാൻ അവർ ശ്രമിച്ചു. അവർ എല്ലാ ചികിത്സയും നൽകി. അതിനുശേഷവും കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന വ്യസനം കൂടി അമ്മയുടെ വാക്കുകളിലുണ്ട്. എന്തുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് തെരുവ് നായ വന്നതെന്ന് കൂടി അമ്മ പറയുകയാണ്. മാലിന്യങ്ങൾ തന്നെയാണ് അവിടെ വില്ലനായത്. മാലിന്യം നാട്ടുകാർ തള്ളിയതാണ് ഈ നായയെ അവിടേക്ക് വരുത്തിയത്. കരഞ്ഞുകൊണ്ട് അമ്മ പറയുന്നു, കുട്ടിയുടെ മൃതദേഹവുമായി അവർ നാട്ടിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. സംസ്കാര ഉൾപ്പെടെ നടപടികൾ അവിടെ നടക്കും. തീർത്തും ദാരുണമായ സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. എല്ലാ ചികിത്സയ്ക്കും ആ കുടുംബം തയ്യാറായിട്ടോ അല്ലെങ്കിൽ പലപ്പോഴും ഇത്തരം സംഭവങ്ങളിൽ ചികിത്സ വൈകുന്നതാണ് പ്രശ്നമുണ്ടാകുന്നത്. പക്ഷെ ഇവിടെ അതും ഉണ്ടായിട്ടില്ല. കൃത്യമായ ചികിത്സ നൽകി എന്നിട്ടും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലാത്തതിന്റെ സങ്കടമാണ് ആ അമ്മയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഏതായാലും നേരത്തെ നമ്മുടെ ഡോക്ടർമാർക്ക് പറയുന്നത് പോലെ പൂർണ്ണമായും സുരക്ഷിതമാണ് വാക്സിൻ എങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു. അത് വലിയ ആശങ്ക പൊതുവിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. തെരുവുനായകളുടെ എണ്ണം കൂടുന്നതും ആക്രമണങ്ങൾ ഉണ്ടാകുന്നതുമാണ് ഇത്രയധികം പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. ഏതായാലും വളരെ ദയനീയമായ, വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് 7 വയസ്സുകാരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. തീർച്ചയായും അരുൺ തുടരുക. ഇപ്പോൾ നമുക്കൊപ്പം ധന്യ പ്രദീപ്, വിളക്കുഴി പഞ്ചായത്ത് അംഗമാണ്. ധന്യ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ധന്യ, നാടിന്റെ ഒന്നാകെ നൊമ്പരമായി മാറിയിരിക്കുകയാണ് ഈ 7 വയസ്സുകാരി.
ഇതിൽ ഇപ്പോൾ അതിവൈകാരികമായി അമ്മയുടെ പ്രതികരണം വന്നു കഴിഞ്ഞു. അമ്മ അതിൽ പക്ഷേ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഈ തെരുവുനായ ശല്യം അത് വളരെ രൂക്ഷമാണ് എന്നുള്ളത്, മാലിന്യങ്ങൾ ഇത്തരത്തിൽ വഴിയോരങ്ങളിലൊക്കെ തള്ളുന്നത് അവിടെ വലിയൊരു ഗുരുതര പ്രശ്നമായി അവശേഷിക്കുന്നുണ്ട്. അതാണ് തെരുവുനായകൾ ഇത്തരത്തിൽ വർദ്ധിക്കാനും അവരുടെ ശല്യം കൂടാനുമുള്ള ഒരു സാഹചര്യം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ വിഷയങ്ങളെയൊക്കെ ഒരു പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിൽ താങ്കൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് മൊത്തം നമ്മൾ മാലിന്യം നീക്കം ചെയ്ത് അങ്ങനെ തെരുവുനായയുടെ ശല്യം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിദാരുണമായിട്ട് ഈ കുഞ്ഞിനെ കഴിഞ്ഞ മാസം പേവിഷബാധയുള്ള നായ കടിക്കുകയും അപ്പൊ അതിനെ തുടർന്ന് കുഞ്ഞ് കൃത്യമായിട്ട് വാക്സിനൊക്കെ എടുത്തിരുന്നതായിരുന്നു. പക്ഷെ എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. പക്ഷെ പഞ്ചായത്ത് തുടർന്നും ഇനി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു അടിയന്തര മീറ്റിംഗ് കൂടി ഈ പട്ടി പിടിക്കുന്നതുമായി പട്ടിയുടെ കാര്യത്തില് തെരുവുനായയുടെ ശല്യം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉടനെ ഞങ്ങൾ സ്വീകരിക്കാമെന്ന ഒരു അടിയന്തര യോഗത്തിൽ ഞങ്ങൾ തീരുമാനിക്കുകയുണ്ടായി. ശരി, ഇനിയുള്ള നീക്കങ്ങളും നടപടികളും ഒക്കെ എങ്ങനെയായിരിക്കും? തുടർന്നും നമ്മൾ മാലിന്യങ്ങൾ, കാരണം പൊതുജനങ്ങളോട് നമ്മളോട് സഹകരിച്ചാൽ മാത്രമേ നമുക്ക് മാലിന്യം കൃത്യമായിട്ട് നീക്കം ചെയ്ത് പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്താക്കി മാറ്റാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പം പൊതുജനങ്ങളുടെ കൂടെ ഒരു സഹായത്തോടു കൂടി തുടർ പ്രവർത്തനങ്ങൾ നടത്താമെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ധനിക്ക് വ്യക്തിപരമായി അറിയുന്ന കുടുംബം കൂടിയാണോ ഇത്? അല്ല, അറിയത്തില്ല, വ്യക്തിപരമായിട്ട് അറിയത്തില്ല. നമ്മൾ കുന്നിക്കോട് ഭാഗത്തുള്ള കുട്ടിയാണ്. ഞാൻ ഇങ്ങനെ വിളക്കുടി സ്വദേശിയാണ്. ശരി, ഈ കുടുംബത്തിലെ ഒരു പശ്ചാത്തലവും ഇനിയിപ്പോൾ അവിടെ എത്തിയതിനു ശേഷം ഈ സംസ്കാരം അടക്കമുള്ള ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ലഭ്യമാണോ ധനിക്ക്? ഇപ്പൊ രാവിലെ കുഞ്ഞിന്റെ മൃതശരീരം പുനലൂര് കൊണ്ടുവരും എന്നുള്ളൊരു റിപ്പോർട്ട് രാവിലെ പ്രസിഡന്റ് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ശരി, അങ്ങനെയാണല്ലേ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, വളരെ നന്ദി ധന്യ പ്രദീപ് ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. വിളക്കുടി പഞ്ചായത്ത് അംഗമായ ധന്യയാണ് നമുക്കൊപ്പം ചേർന്നത്. ഇതിൽ ഇപ്പോൾ നിരവധി വിഷയങ്ങളുണ്ട്. തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിലിപ്പോൾ ഈ മരിച്ച 7 വയസ്സുകാരിയുടെ അമ്മ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന വിഷയമുണ്ട്. സ്ഥലത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ്. അതിന് കാരണമാകുന്നത് മാലിന്യങ്ങൾ കുന്നുകൂടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പഞ്ചായത്ത് അംഗം പറഞ്ഞത് മാലിന്യങ്ങൾ നിവാരണം ചെയ്യാനുള്ള പദ്ധതികളൊക്കെ അവിടെ കാര്യക്ഷമമായി നടന്നു വരുന്നതിനിടയിലാണ് ഈ അത്യാഹിതം സംഭവിച്ചത് എന്നുള്ളതാണ്. പക്ഷേ ഈ മാലിന്യങ്ങൾ എങ്ങനെ ഈ തെരുവോരങ്ങളിലൊക്കെ കുന്നുകൂടുന്നു എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. അതിന് ഉത്തരവാദി നമ്മളെല്ലാവരുമാണ് എന്നുള്ള ബോധ്യം കൂടി വേണം. അപ്പോൾ തെരുവുനായ ശല്യത്തിലടക്കം നമുക്ക് സംയുക്തമായി എല്ലാ പൗരന്മാർക്കും ഒത്തുചേർന്ന് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് ഇനിയെങ്കിലും ജാഗരൂകരായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് നൽകുന്ന സന്ദേശം. എന്തായാലും നേരത്തെ ഡോക്ടർ രാജീവ് ജയദേവൻ നമ്മളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ വാക്സിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലവിൽ ഇല്ല എന്നുള്ളതാണ്. 3 ലക്ഷത്തിലധികം ആളുകൾക്ക് ഓരോ വർഷവും ഇത്തരത്തിൽ നായയുടെ കടിയേൽക്കുന്നുണ്ട്, ആക്രമണം നേരിടേണ്ടി വരുന്നുണ്ട്. അതിൽ വളരെ അപൂർവം കേസുകൾ മാത്രമാണ് ഇത്തരത്തിൽ പേവിഷബാധ ഏൽക്കുന്ന സാഹചര്യവും മരണത്തിന് കീഴടങ്ങേണ്ട സാഹചര്യവും വരുന്നത്. അതിൽ മുറിവുകൾ അതിഗുരുതരമാകുന്ന സാഹചര്യം, ഞരമ്പുകൾ കേൾക്കുന്ന മുറിവുകൾ, അതൊക്കെയാണ് കൂടുതലായും ഇത്തരത്തിൽ മരണത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ്. തുടക്കത്തിൽ തന്നെ ഏറ്റവും അടുത്ത നിമിഷം തന്നെ ഇതിന് വേണ്ട ഫസ്റ്റ് എയ്ഡുകൾ നമ്മൾ കടിയേറ്റ സമയത്ത് തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ മുറിവിൽ സോപ്പ് ഉപയോഗിച്ച് 15 മിനിറ്റോളം വെള്ളത്തിൽ കഴുകണം എന്നുള്ളതാണ് ഡോക്ടർ നമ്മളോട് സൂചിപ്പിച്ച കാര്യം. അതിനുശേഷം എത്രയും വേഗം തന്നെ നമ്മൾ അടുത്തുള്ള ആശുപത്രിയിലേക്ക് പോവുക, ആന്റി റാബീസ് വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പലതരത്തിലുള്ള വാർത്തകൾ നമുക്ക് ചുറ്റും ഇത്തരത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. വാക്സിന് ഫലപ്രാപ്തിയില്ല, ഗുണമേന്മ പോരാ എന്ന തരത്തിലൊക്കെ. പക്ഷേ ഈ വാർത്തകൾ കണ്ട് അല്ലെങ്കിൽ ഈ തെറ്റായ പ്രചാരണങ്ങൾ കണ്ടുകൊണ്ട് വാക്സിൻ എടുക്കാതിരുന്നാൽ അത് വലിയ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അതൊരു വലിയ ബുദ്ധിമോശമായി പോകും എന്നുള്ളതാണ് സാഹചര്യം. വാക്സിൻ എടുക്കാതിരുന്നാൽ ഉറപ്പായും ഇത്തരത്തിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വരും എന്നുള്ളതാണ്. വാക്സിന് 100% ഫലപ്രാപ്തി തന്നെ ഉണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഇവിടെ ഇപ്പോൾ ഈ 7 വയസ്സുകാരിയുടെ കാര്യമെടുത്താൽ കൈഞ്ഞരമ്പിനാണ് കടിയേറ്റത്. അതുകൊണ്ട് വാക്സിൻ എടുത്തതിന് ശേഷവും പക്ഷേ അതിന് മുൻപായി തന്നെ തലച്ചോറിനെ ബാധിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഒരിക്കൽ കൂടി വി അരുണിലേക്ക് പോവുകയാണ്. അരുൺ തിരുവനന്തപുരം SIT ആശുപത്രിയിൽ നിന്ന് ചേരുകയാണ്. അരുൺ, പറഞ്ഞോളൂ വിശദാംശം.
ആര്യ, ഏതായാലും നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ കുട്ടിയുടെ ആരോഗ്യനില അത്രയധികം ഗുരുതരമാവുന്ന വരുമ്പോൾ വളരെ വേദനയിലും പ്രതീക്ഷയുണ്ടായിരുന്നു ആ അമ്മയ്ക്ക് മകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ളത്. അന്ന് എല്ലാ ചികിത്സയും നൽകുമെന്ന് SAT ആശുപത്രി സൂപ്രണ്ടും പറഞ്ഞിരുന്നു. കൃത്യമായ ചികിത്സ അവർ തുടക്കം മുതൽ അത് ഈ പട്ടികടി ഏറ്റ ഉടൻ തന്നെ വെള്ളവും സോപ്പും ഉപയോഗിച്ച് കഴുകുന്നത് തുടങ്ങി ആന്റി റാബീസ് വാക്സിൻ എടുക്കുന്നവരുടെ എല്ലാ ഡോസുകളും കൃത്യമായ എല്ലാ ചികിത്സയും നടത്തിയിരുന്നു. അതിന്റെ ഒരു പ്രതീക്ഷ അമ്മയുടെ വാക്കുകളുടെ ഒരു മരുന്ന് കിട്ടാൻ വൈകിയ, അല്ലെങ്കിൽ ആ മരുന്ന് ഇവിടെ ആശുപത്രിയിലായിരുന്നു, അത് പിന്നീട് മറ്റൊരു മരുന്ന് നൽകി ആശുപത്രി അധികൃതർ അത് പരിഹരിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാ ശ്രമങ്ങളും ആശുപത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി, SAT ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. പക്ഷേ ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ കുട്ടി ഈ പേവിഷബാധയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച് തുടങ്ങിയിരുന്നു. അതാണ് കുട്ടിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് തുടക്കത്തിൽ ഇവിടെ നിന്ന് ലഭിച്ച വിവരം. അതിനുശേഷം പലപ്പോഴും കുട്ടി രോഗബാധയുടെ ഭാഗമായുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും മയക്കുകയായിരുന്നു കുട്ടിയെ. മരുന്ന് കൊടുത്ത് തന്നെ മയക്കി ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മുക്തിയാകാൻ കുട്ടി കഴിഞ്ഞില്ല. വളരെ ചെറിയ ശതമാനം മാത്രമാണ് ഈ പേവിഷബാധ ഏറ്റ് രക്ഷപ്പെട്ടവരുടെ കണക്കുകൾ. സംസ്ഥാനത്ത് തന്നെ 5-6 പേരെന്ന ഒരു കണക്കാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. വളരെ കൃത്യമായ ചികിത്സ നൽകി രക്ഷപ്പെടുത്തിയിട്ടുള്ള വളരെ 5-6 പേര് മാത്രമാണ്. അങ്ങനെ അത്രയധികം നമ്മൾ സംസാരിച്ച ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ രക്ഷപ്പെടാനുള്ള സാധ്യത, പേവിഷബാധയേറ്റ് അതിൽ നിന്ന് മുക്തമാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഈ കുട്ടിയുടെ കാര്യത്തിൽ അതും അങ്ങനെ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ ഒരു ഘട്ടത്തിലും ഉണ്ടായില്ല. പക്ഷേ ആ കുടുംബം അല്ലെങ്കിൽ എല്ലാവരും അത് ആഗ്രഹിച്ചു. എന്നാൽ അതും സാധിച്ചില്ല. ഇന്ന് വെളുപ്പിന് 3 മണിയോടുകൂടിയാണ് ഈ കുട്ടിയുടെ ജീവൻ നഷ്ടമാകുന്നത്. തീർച്ചയായും VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ആശുപത്രിയിൽ നിന്നാണ് അരുൺ നമുക്കൊപ്പം ചേർന്നത്. ഇനി എത്രയും വേഗം തന്നെ മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് തന്നെ സംസ്കാരം നടക്കും എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ പേവിഷബാധ ഏറ്റുകഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള, എത്രയും മികച്ച ചികിത്സ നൽകിയാലും രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ പേവിഷബാധ ഏൽക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് നായയുടെ കടി ഏറ്റുകഴിഞ്ഞാൽ എത്രയും വേഗം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഫസ്റ്റ് എയ്ഡ് 15 മിനിറ്റോളം നേരം സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി ആ മുറിവുകളെല്ലാം കഴുകുക എന്നുള്ളതാണ്. അതിനുശേഷം അടുത്തുള്ള ആശുപത്രിയിലേക്ക് ഓടിയെത്തുക, ആന്റി റാബിസ് വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. വാക്സിൻ ഫലപ്രാപ്തി തരില്ല എന്നുള്ള തെറ്റായ പ്രചരണങ്ങളിൽ പ്രേക്ഷകർ വീണു പോകാതിരിക്കുക. മറ്റു വാർത്തകളിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്. സിന്ധു നദീജല കരാറിൽ കൂടുതൽ നടപടിയുമായി ഇന്ത്യ. ചെനാബ് നദിക്ക് കുറുകെയുള്ള ബഗ്ലിഹാർ ഡാമിന്റെ ജലമൊഴുക്ക് പൂർണ്ണമായും തടയാനാണ് തീരുമാനം. ഇന്നലെ ഡാമിന്റെ ഷട്ടറുകൾ താഴ്ത്തി വെള്ളത്തിന്റെ ഒഴുക്ക് കുറച്ചിരുന്നു. സാഹചര്യം പരിശോധിക്കാൻ എഞ്ചിനീയർമാർ കശ്മീരിലേക്ക് തിരിക്കും. അതിനിടെ പ്രശ്നപരിഹാരത്തിന് റഷ്യയുടെ പിന്തുണ തേടുകയാണ് പാകിസ്ഥാൻ. താഷ്കന്റ് കരാറിന് സമാനമായ ഇടപെടൽ വേണമെന്ന് റഷ്യയിലെ പാകിസ്ഥാൻ അംബാസിഡർ ആവശ്യപ്പെട്ടു. സംഘർഷ സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യം നേരിടാനുള്ള മോക്ക് ഡ്രിൽ കരസേന നടത്തി. ER രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ER, ഗുഡ് മോർണിംഗ്. പലതരത്തിലുള്ള നീക്കങ്ങൾ, അത് നയതന്ത്ര തലത്തിലും അതോടൊപ്പം തന്നെ സൈനികപരമായി നേരിടാനുള്ള തയ്യാറെടുപ്പുകളുമൊക്കെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ശക്തമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം. വിശദാംശങ്ങൾ. ആര്യ, ഗുഡ് മോർണിംഗ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ കൈക്കൊണ്ട ശക്തമായ നടപടികളിലൊന്നാണ് സിന്ധു നദീജല കരാർ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ളത്. അതിൽ കൂടുതൽ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് കേന്ദ്ര സർക്കാർ. കാരണം ബഗ്ലിഹാർ അണക്കെട്ടിലെ ഷട്ടറുകൾ താഴ്ത്തി പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് ഇന്നലെ കുറച്ചിരുന്നു. പക്ഷേ ആ ഷട്ടർ പൂർണ്ണമായി അടയ്ക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേരുന്നത്. കാരണം സിന്ധു നദീജല കരാർ പ്രകാരം 3 നദികളിലെ ജലമാണ് പാകിസ്ഥാൻ ലഭിക്കുന്നത്. സിന്ധു, ഒപ്പം തന്നെ ജലം, ചെനാബ് നദികൾ. ഇതിൽ ചെനാബ് നദിക്ക് കുറുകെയുള്ള അണക്കെട്ടാണ് ബഗ്ലിഹാർ അണക്കെട്ട്. അതിലെ വെള്ളമാണ് പൂർണ്ണമായും ഇപ്പോൾ നൽകേണ്ടതില്ല, അത് ഇന്ത്യയിൽ തന്നെ ഉപയോഗിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എത്തുന്നത്. അതിന്റെ സാധ്യതകളൊക്കെ തന്നെ പരിശോധിക്കാനായിട്ടാണ് ഇപ്പോൾ ഇനി 50 പേരടങ്ങുന്ന എഞ്ചിനീയർമാരുടെ സംഘത്തെ വരും ദിവസങ്ങളിൽ തന്നെ അയക്കാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്രം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ കൃഷ്ണഗംഗ ഡാമിന്റെ ഷട്ടറുകളും സമാനമായ രീതിയിൽ പൂർണ്ണമായി അടയ്ക്കാനുള്ള നീക്കത്തിലേക്കും സർക്കാർ നീങ്ങുകയാണ്. ഇതും കശ്മീർ താഴ്വരയിലുള്ള ഒരു പ്രധാനപ്പെട്ട അണക്കെട്ടാണ്. ഈ ജലവും പാകിസ്ഥാനിൽ തന്നെയാണ് ലഭിക്കുന്നത്. പാകിസ്ഥാനിലെ കാർഷിക ആവശ്യങ്ങൾക്കും പ്രധാന പട്ടണങ്ങളിലൂടെയൊക്കെ, പ്രത്യേകിച്ച് പാക് പഞ്ചാബിലൂടെയൊക്കെ തന്നെ അവരുടെ നിത്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ഈ അണക്കെട്ടിൽ നിന്ന് ഒഴുകുന്ന വെള്ളമാണ്. അപ്പോൾ അത്തരം കടുത്ത നടപടികളിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.
ഇതിനിടെ തന്നെ ഒരു വശത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നുണ്ട്, മറുവശത്ത് പ്രകോപനം ഇപ്പോഴും തുടരുന്നുണ്ട്. കാരണം പാകിസ്ഥാനിലെ റഷ്യയിലെ പാക് സ്ഥാനപതിയാണ് ഇപ്പോൾ റഷ്യയുടെ സഹായം തേടിയിരിക്കുന്നത്. കാരണം അതിർത്തി സംഘർഷം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാൻ ഇടപെടണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു റഷ്യൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് റഷ്യയുടെ സഹായം പാകിസ്ഥാൻ തേടും എന്ന് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, താഷ്കന്റ് കരാർ പോലുള്ള സമാനമായ ഇടപെടൽ വേണം, ഒരു കരാർ വേണം, പ്രശ്നപരിഹാരത്തിന് ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 65 യുദ്ധത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് താഷ്കന്റ് കരാർ ഒപ്പുവെക്കുന്നത്. അന്ന് അതിന് മധ്യസ്ഥത വഹിച്ചത് സോവിയറ്റ് യൂണിയനാണ്. 66 അന്ന് സോവിയറ്റ് യൂണിയന്റെ ഭാഗവും ഇന്ന് ഉസ്ബെക്കിസ്ഥാന്റെ ഭാഗവുമായ താഷ്കണ്ടിൽ വെച്ചാണ് ആ കരാർ ഒപ്പിടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സമാനമായ ഇടപെടൽ റഷ്യയുടെ ഭാഗത്ത് നിന്ന് വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും അതിർത്തിയിൽ പ്രകോപനം തുടരുന്നുണ്ട് പാകിസ്ഥാൻ. 11ാം ദിവസവും പാകിസ്ഥാൻ ഇപ്പോൾ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നലെയും ഇന്നും മറ്റു ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാകിസ്ഥാൻ എല്ലാ മേഖലകളിലും, അതായത് ജമ്മുവിലെ അന്താരാഷ്ട്ര അതിർത്തി മുതൽ കശ്മീർ താഴ്വര വരെയുള്ള പല സെക്ടറുകളിലെയും വിവിധ പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ വരുന്ന വിവരമനുസരിച്ച് കുപ്വാരയിലും ബാരാമുള്ളയിലും പൂഞ്ചിലും രജൌരിയിലും നൌഷേര, സുന്ദർബനി, അക്നൂർ ഈ മേഖലകളിലൊക്കെ തന്നെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ചില മേഖലകളിൽ പാക് പോസ്റ്റുകൾക്ക് എളുപ്പത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കാൻ എളുപ്പമുള്ള മേഖലകളുണ്ട്. അവിടെയാണ് ഇത്തരത്തിൽ കൂടുതൽ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ സൈന്യം വളരെ ഗൗരവത്തോടു കൂടി കാണുന്നുണ്ട്. കാരണം 2021 ഒരു കരാർ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വരുന്നത്, ഏറ്റവും ഒടുവിലായി. അതിനുശേഷം ഇപ്പോൾ നിരന്തരം ആക്രമണം നടത്തുന്നു. പക്ഷേ കഴിഞ്ഞ 2 ദിവസം നോക്കുകയാണെങ്കിൽ അത് 1-2 സെക്ടറുകളിലല്ല, ജമ്മു മുതൽ കശ്മീർ വരെയുള്ള പല സെക്ടറുകളിലും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ അതീവ ഗൗരവത്തോടു കൂടി തന്നെ ഈ വിഷയത്തെ കാണുന്നു. സൈന്യമാകട്ടെ ഇന്നലെ മോക്ക് ഡ്രിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ അഭ്യാസ പ്രകടനമൊക്കെ തന്നെ അറബിക്കടലിൽ നടത്തുന്നു. ഈ സാഹചര്യത്തിൽ ഏത് സാഹചര്യവും നേരിടാൻ സേന സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ഇന്നലെ രാത്രി പഞ്ചാബിലെ ഫിറോസ്പൂരിൽ മോക്ക് ഡ്രിൽ നടത്തിയത്. പൂർണ്ണമായും ലൈറ്റുകളൊക്കെ അണച്ച് ഏതാണ്ട് അരമണിക്കൂർ നേരമാണ് ഈ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. സൈന്യം വ്യക്തമാക്കുന്നത് ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമായി കഴിഞ്ഞു എന്ന് തന്നെയാണ്. ആര്യ, തീർച്ചയായും ER രാഗേഷാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാണ് എന്നുള്ള സന്ദേശം തന്നെയാണ് ഇത്തരത്തിൽ സൈന്യത്തിന്റെ ഭാഗത്ത് നടക്കം നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം പാകിസ്ഥാനെ കൂടുതൽ വരിഞ്ഞു മുറുക്കുന്ന തരത്തിൽ നടപടികൾ ശക്തമാക്കുകയാണ് ഇന്ത്യ. സിന്ധു നദീജല കരാറിൽ കൂടുതൽ നടപടി ഉണ്ടാകുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്ന്. ചെനാബ് നദിക്ക് കുറുകെയുള്ള ബഗ്ലിഹാർ ഡാമിന്റെ ജലമൊഴുക്ക് പൂർണ്ണമായും തടഞ്ഞ് പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കുകയാണ് ഇന്ത്യയുടെ നീക്കം. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.
വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ യുകെയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ഉടമ കാർത്തിക പ്രദീപിനെതിരെ കൂടുതൽ തെളിവുകൾ ലഭിച്ചെന്ന് പോലീസ്. കാർത്തികയ്ക്ക് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചു. കാപ്പ കേസ് പ്രതികളെ ഉപയോഗിച്ച് പണം നഷ്ടമായവരെ ഭീഷണിപ്പെടുത്തിയതായി പരാതി ലഭിച്ചെന്ന് സെൻട്രൽ പോലീസ് വ്യക്തമാക്കി. കാർത്തികയെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലാണ് പോലീസ്. അതേസമയം കാർത്തിക പ്രദീപിന്റേതെന്ന് പറയപ്പെടുന്ന ശബ്ദ സന്ദേശം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയാണ്. എന്തറിഞ്ഞിട്ടാണ് താനക്ക് വർത്താനം പറയാൻ നിൽക്കുന്നത്? എന്റെ ഹസ്ബൻഡ് അനിയൻ മരിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് അതിന്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, പ്രതികരിക്കാണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? പിന്നെ 90 ദിവസത്തെ എഗ്രിമെന്റും കാര്യങ്ങളും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ നിയമപരമായിട്ട് നീങ്ങിയിട്ടുമുണ്ട്. അതെ, പറ്റിച്ച് ജീവിക്കാം. എനിക്ക് പറ്റിച്ച് ജീവിക്കാനേ അറിയുള്ളൂ. അത് എന്റെ മിടുക്ക്. പറ്റിക്കാനായിട്ട് നീക്ക് നിന്നിരുന്നത് എന്തിനാണ്? മേലാൽ ഇങ്ങനത്തെ വർത്താനം കൊണ്ട് എന്റെ മെസ്സേജ് കാണാൻ അടിക്കാങ്കിലുണ്ടല്ലോ. ആജ്ഞ രവീന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. എനിക്ക് പറ്റിച്ച് ജീവിക്കാനേ അറിയത്തുള്ളൂ, പറ്റിക്കപ്പെടാൻ നിങ്ങൾ നിന്ന് തരുന്നത് കൊണ്ടല്ലേ എന്ന ധാർഷ്ട്യത്തോടെയാണ് ഇത്തരത്തിൽ പണം നഷ്ടമായവരോട് കാർത്തിക സംസാരിക്കുന്നത്. അത് തട്ടിപ്പ് നടത്തി എന്നുള്ളത് മാത്രമല്ല, ഇത്തരത്തിൽ ആ പണം തിരികെ ചോദിക്കുന്നവരോട്, തട്ടിപ്പ് മനസ്സിലാക്കിയവരോട് കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്നതടക്കമുള്ള നിരവധി കുറ്റകൃത്യങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ട പരാതികളാണ് ഓരോ ദിവസവും കാർത്തിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലേ ആജ്ഞ? അതെ അതെ, കാരണം ഇപ്പൊ ഈ പ്രചരിക്കുന്ന വോയിസ് മെസ്സേജ് പോലും നേരത്തെ ഈ പറഞ്ഞതുപോലെ ഈ പണവും ആവശ്യപ്പെട്ട് വിളിച്ചത് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് തന്നെ പണം വാങ്ങിയിട്ട് നൽകാതിരുന്നതിനെ തുടർന്ന് വിളിച്ചവരോടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ കാർത്തിക അങ്ങേയറ്റം ധാർഷ്ട്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്, അക്കാര്യവും വ്യക്തമാണ്. അതേസമയം 90 ദിവസത്തെ എഗ്രിമെന്റിലാണ് താൻ പണം വാങ്ങിയത്, അതിനുള്ളിൽ തീരുമാനമാക്കാമെന്നുള്ള മറുപടിയും നൽകുന്നുണ്ട്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ തട്ടിപ്പിന് ഇരയായവർ നേരത്തെ തന്നെ, അതായത് പോലീസ് കേസെടുക്കുന്നതിന് മുൻപ് തന്നെ കാർത്തികയെ അപ്രോച്ച് ചെയ്തിരുന്നു. പൈസ തിരിച്ചു വാങ്ങാൻ അവർക്ക് തട്ടിപ്പാന്ന് മനസ്സിലായ ശേഷം ഈ പണം തിരികെ വാങ്ങാനുള്ള നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. യുകെയിൽ ഇപ്പോൾ പറയുന്നല്ലോ, കാർത്തിക തന്നെ പറയുന്നല്ലോ, എന്റെ ഭർത്താവിന്റെ അനിയൻ മരിച്ച ശേഷം ഞാൻ മാനസികമായി കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു എന്ന് പറയുമ്പോൾ അതിൽ പോലും ദുരൂഹതയുണ്ട് എന്നുള്ള ഒരു കാര്യത്തിലാണ് പോലീസ് നിൽക്കുന്നത്. മാത്രമല്ല, ഈ പണം ആവശ്യപ്പെട്ട് വിളിച്ചവരെയൊക്കെ കാപ്പ കേസ് അല്ല മുൻപ് കാപ്പ ചുമത്തിയിട്ടുള്ള കൊട്ടേഷൻ പ്രതികളെ വെച്ച് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ അവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. ഏതായാലും കാർത്തികയുടെ ഫോൺ വിശദമായി പരിശോധിക്കാൻ തന്നെയാണ് പോലീസ് നീക്കം. അതുപോലെ ഈ കാർത്തിക നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിച്ചു വരികയാണ് പോലീസ്. കാർത്തിക അതായത് ഈ പണം ഉപയോഗിച്ച് ലഹരിക്ക് ഇടപാടുകൾക്ക് പണം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ കാർത്തികയുടെ ട്രാൻസാക്ഷൻസ് കൂടുതൽ വിശദമായി പരിശോധിക്കുകയാണ്. കാർത്തികയുടെ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. അതേസമയം ഭർത്താവിനെയും ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഭർത്താവിനെ ഇതുവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല, പക്ഷേ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്നാണ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും വ്യക്തമാക്കുന്നത്. നേരത്തെ അതായത് 3 കോടി രൂപയോളമാണ് കാർത്തിക തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. 2024 ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലെ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ കൊച്ചിയിൽ നിന്ന് മാത്രം 30 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. 5.23 ലക്ഷം രൂപ തട്ടിച്ചെന്ന് കാണിച്ച് തൃശൂർ സ്വദേശിന് നൽകിയ പരാതിയിലാണ് പോലീസ് നീക്കം. പോലീസ് ആദ്യം നടപടിയെടുത്തത്. അതായത് ഇവരെ സോഷ്യൽ വർക്കർ ആക്കാം, യുകെയിൽ സോഷ്യൽ വർക്കർ ആക്കാമെന്ന് കരുതി എന്ന് പറഞ്ഞു 5,23,000 രൂപയാണ് ഇവരിൽ നിന്നും തട്ടിയെടുത്തത്. അങ്ങനെ നിരവധി പേരെ യുകെയിലെ സൂപ്പർ മാർക്കറ്റിൽ ജോലി നൽകാം, ജർമ്മനിയിൽ ജോലി നൽകാം എന്നൊക്കെ പറഞ്ഞിട്ട് യുക്രൈനിൽ ഡോക്ടറാണെന്ന് കാണിച്ചിട്ടാണ് കാർത്തിക ഈ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി നടത്തി വന്നിരുന്നത്. അതായത് ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്ന പേരിൽ പുല്ലേപ്പടിയിൽ നടത്തി വന്നിരുന്ന സ്ഥാപനത്തിനെതിരെ നേരത്തെ തന്നെ പരാതി ഉണ്ടായിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണത്തിൽ അതിന് ലൈസൻസ് ഇല്ല എന്ന് കണ്ടെത്തിയിരുന്നു. അതേ തുടർന്ന് സ്ഥാപനം പൂട്ടി കാർത്തിക പോവുകയായിരുന്നു. കാർത്തിക പത്തനംതിട്ട സ്വദേശിയാണ്, അതുപോലെ തൃശ്ശൂരായിരുന്നു താമസം വന്നത്. പക്ഷേ ഈ സ്ഥാപനം പൂട്ടി, അതായത് നിരവധി കേസുകൾ വന്ന ശേഷം സ്ഥാപനം പൂട്ടി ഇവിടെ കൊച്ചിയിൽ നിന്നും രക്ഷപ്പെട്ട കാർത്തികയെ കോഴിക്കോട് നിന്നാണ് സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അവരിപ്പോൾ റിമാൻഡിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ അതായത് ഇവർക്ക് ഈ കാപ്പ ചുമത്തിയിരുന്ന കൊട്ടേഷൻ പ്രതികളെ ഉപയോഗിച്ച് ഈ പറഞ്ഞതുപോലെ ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് എന്നൊരു കാര്യം കൂടി വ്യക്തത ആയതോടുകൂടി പോലീസ് ഇവരെ കസ്റ്റഡിയിൽ തിരികെ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിൽ ഇപ്പോൾ കാർത്തിക ജയിലിലാണ് ഉള്ളത്.
ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കാർത്തികയുടെ തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും കൂടുതൽ വാർത്തകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. ഇനി നമുക്ക് തൃശ്ശൂരിലേക്ക് പോയാലോ? അവിടെ പൂരത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് തൃശ്ശൂര്. ഇന്നാണ് പൂര വിളംബരം. നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുരം നട തുറന്ന് കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് പൂര വിളംബരം നടത്തുക. ഇതോടെ പൂരത്തിന്റെ ചടങ്ങുകൾക്ക് തുടക്കമാകും. CV അനുമോദ് തൃശ്ശൂരിൽ നിന്ന്, പൂരനഗരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന്റെ ആ ഒരു ദിവസം ഇങ്ങ് വന്നെത്തിയിരിക്കുകയാണ് അല്ലേ? ഇന്നലെ സാമ്പിൾ വെടിക്കെട്ടായിരുന്നു. ആ വെടിക്കെട്ട് കണ്ട് എല്ലാവരും ആ ഒരു വൈബിലേക്ക് എത്തിയിട്ടുണ്ടാകും അല്ലേ? ഗുഡ് മോർണിംഗ്. തൃശ്ശൂർ പൂരത്തിന്റെ ആ ഒരു ആവേശത്തിലേക്ക് തൃശ്ശൂര് കടക്കുകയാണ്. ഇന്നിപ്പോ രാവിലെ നമ്മളെയൊക്കെ അല്പം ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു നിരാശ നൽകുന്ന ഒരു അന്തരീക്ഷമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നെയ്തലക്കാവിലാണ്. നെയ്തലക്കാവിനെ പ്രത്യേകം നമുക്കറിയാം. ഈ തൃശ്ശൂർ പൂരത്തിന്റെ വിളംബരം തെക്കേ ഗോപുര നട തുറന്ന് പടിഞ്ഞാറേ നടയിലെത്തി പൂര വിളംബരം നടത്താനുള്ള അവകാശം നെയ്തലക്കാവമ്മയ്ക്കാണ് ശക്തൻ നമ്പുരാൻ നൽകിയിട്ടുള്ളത്. ഇപ്പോ ഇവിടെ നെയ്തലക്കാവമ്മ അല്പസമയത്തിനകം 8 മണിയോടെ ഈ പൂര വിളംബര ചടങ്ങിനായിട്ടുള്ള എഴുന്നള്ളത്ത് ആരംഭിക്കും. എറണാകുളം ശിവകുമാർ, കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് ഇത്തവണയും നെയ്തലക്കാവമ്മയുടെ തിടമ്പേറ്റുന്നത്. ആ ഒരു ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളാണ് നമ്മളിവിടെയൊക്കെ കാണുന്നത്. 8 മണിക്ക് ശേഷമായിരിക്കും ഇവിടെ നിന്നും തിടമ്പേറ്റി ഉള്ള എഴുന്നള്ളത്ത് ആരംഭിക്കുക. ഇവിടുന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ദൂരമുണ്ട്. അത്രയും ദൂരം നടന്ന് വഴിയുടനീളം പറയെടുപ്പും അതേപോലെ ഭഗവതിയെ കാണാനുള്ള ആളുകളുടെ കാത്തിരിപ്പൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം ഒരു 10 മണിയോടെ നെയ്തലക്കാവമ്മ തൃശ്ശൂരിലെത്തുന്നു. മണികണ്ഠനാൽ പരിസരത്ത് വെച്ച് മേളത്തിന്റെ അകമ്പടിയോടെ അമ്മ തൃശ്ശൂർ വടക്കുന്നാഥ സന്നിധിയിലേക്ക് പ്രവേശിക്കും. തുടർന്ന് 2-3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മേളവും മറ്റ് ചടങ്ങുകളും ഒക്കെ ഉണ്ട്. ഏകദേശം ഒരു 11:30 ആകും ഈ ഗോപുരനട തുറക്കുക. പടിഞ്ഞാറെ ഗോപുരനട വഴി പ്രവേശിച്ച് വടക്കുന്നാഥനെ വലം വെച്ച് തെക്കേ ഗോപുരനട തുറന്ന് പിന്നീട് പടിഞ്ഞാറെ നടയിലെത്തി ശംഖനാഥം മുഴക്കുന്നതോടെയാണ് പൂര വിളംബരത്തിന് തുടക്കമാകലും പൂര വിളംബരം നടക്കുക. അതാണ് പൂരം തുടങ്ങി എന്നതിന്റെ അടയാളമായിട്ട് നമുക്ക് കാണാൻ കഴിയുക. കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നത് ഈ സാധാരണ തൃശ്ശൂർ പൂരത്തിന്റെ തെക്കോട്ടിറക്കത്തിന്റെ സമയത്തുള്ള അതേപോലെയുള്ള ഒരു ആരവം ഈ തെക്കേ ഗോപുരനട തുറന്ന് പൂരത്തലേന്ന് നെയ്തലക്കാവമ്മ എഴുന്നള്ളുന്നതിനും കാണാൻ കഴിയും എന്നുള്ളതാണ്. ആളുകളൊക്കെ വലിയ ആവേശത്തോടെ തെക്കേ ഗോപുരനട തുറക്കുന്നതും തുറന്ന് നെയ്തലക്കാവമ്മ പുറത്തേക്ക് എഴുന്നള്ളുന്നതൊക്കെ കാണാൻ വേണ്ടി വലിയ ആവേശത്തോടെ കാത്തിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ എല്ലാ വർഷവും കാണാറുള്ളത്. അതൊരു പൂരത്തലേന്ന് മറ്റൊരു പൂരം എന്ന തരത്തിലേക്ക് ഈ പൂര വിളംബര ചടങ്ങ് ഇതിനോടകം മാറിയിട്ടുണ്ട്. അത്രമാത്രം ആളുകൾ ഈ ദിവസവും തെക്കേ ഗോപുരനടയിലേക്ക് എത്തും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം പിന്നെ ഇന്ന് മറ്റ് ചടങ്ങുകളൊന്നും തന്നെ പൂരവുമായി ബന്ധപ്പെട്ടില്ല. ആനകളുടെ പരിശോധന, ആനച്ചമയം, അതേപോലെ തന്നെ പൂരത്തിന്റെ മറ്റൊരുക്കങ്ങൾ, ഇത്തരത്തിലുള്ള വർണ്ണശബളമായ വിശേഷങ്ങളൊക്കെയാണ് നമുക്ക് പിന്നെ ഇന്ന് പങ്കുവയ്ക്കാനുണ്ടാകും. മാത്രമല്ല ഈ ആനകളെയൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണ് പരിശോധനയ്ക്ക് വിധേയരാക്കാൻ കൊക്കർണിക്കമ്പലേക്ക് വടക്കുന്ന സന്നിധിയിലേക്ക് എത്തിക്കുക. അപ്പോൾ ഒരുപാട് ആനകളൊക്കെ പൂരത്തിന് വരുമ്പോൾ സാധാരണ മറ്റു പൂരങ്ങൾക്ക് വരുന്ന പോലെയല്ല, ആനകളെ ഏറ്റവും വൃത്തിയോടെ അഴകോടെയായിരിക്കും ഈ തൃശ്ശൂർ പൂരത്തിന് വരിക. അപ്പോൾ അങ്ങനെയാണ് ആനകളൊക്കെ നിരത്തി നിർത്തിയുള്ള പരിശോധന നടത്തുന്നതൊക്കെ ആയിട്ടുള്ള ആനപ്രേമികൾക്ക് ഏറെ വനം കവരുന്ന ദൃശ്യങ്ങളും കാഴ്ചകളൊക്കെ കാണാൻ കഴിയുന്ന ദിവസം കൂടിയായിരിക്കും ഇന്ന്. കാരണം ഈ തിടമ്പേറ്റുന്ന ആനകളൊക്കെ സാധാരണ കോലം കെട്ടിയും കോലമേന്തിയും അതേപോലെ നെറ്റിപ്പട്ടം കെട്ടിയിട്ടൊക്കെയാണ്. പക്ഷേ ഈ പരിശോധന സമയത്ത് വരുമ്പോൾ ആനകളൊക്കെ അവരുടേതായ തനത് സൗന്ദര്യത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളായിരിക്കും ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കാണാനാവുക. ഇപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് നെയ്തലക്കാവിലാണ്. നെയ്തലക്കാവിന്റെ പ്രത്യേകത നമുക്കറിയാം. തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ നെയ്തലക്കാവമ്മയുടെ സാന്നിധ്യത്തിലാണ്. ശക്തൻ നമ്പുരാന് നെയ്തലക്കാവമ്മയോട് വലിയ ഭക്തി ഉണ്ടായിരുന്നു. അപ്പോൾ ശക്തൻ നമ്പുരാൻ ചിട്ടപ്പെടുത്തിയ ഈ പൂരത്തിലെ പല പ്രധാന ചടങ്ങുകളിലും അതുകൊണ്ട് തന്നെ നെയ്തലക്കാവമ്മയ്ക്ക് നിർണായക സ്ഥാനമുണ്ട്. ഈ തെക്കേ ഗോപുരനട ആദ്യകാലത്തൊക്കെ തുറക്കുന്നത് ശിവരാത്രി സമയത്തും അതേപോലെ പൂരത്തിന്റെ സമയത്തും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനുള്ള അവകാശം ശക്തൻ നമ്പുരാൻ നൽകിയത് നെയ്തലക്കാവമ്മയ്ക്കാണ്. നമ്മുടെ ഒപ്പം നെയ്തലക്കാവിലെ പ്രതിനിധികൾ ചേരുന്നുണ്ട്.
അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നുള്ള ചടങ്ങുകളൊക്കെ ആരംഭിക്കുമെന്നാണ് നമുക്കറിയുന്നത്. എറണാകുളം ശിവകുമാറിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് എല്ലാവരും. അല്പസമയത്തിനകം എറണാകുളം ശിവകുമാർ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഇടത്ത് കൂടുതൽ ആളുകളെത്തും. പിന്നെ ഒരു പൂരത്തിന്റെ ആവേശം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് ഇവിടെ നിന്നുള്ള എഴുന്നള്ളത്ത് ആരംഭിക്കുന്നുണ്ട്. എന്താണ് എത്താനായോ? എങ്ങനെയാണ് ഇവിടുത്തെ ചടങ്ങുകൾ? ചടങ്ങുകൾ നമ്മളിവിടെ ഒരു 8:30 ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള ഒരു പ്ലാനാണ്. 8:00 അവിടെ നമ്മൾ ഇവിടുന്ന് പോയി ഒരു 10 മണിയോടുകൂടി അവിടെ എത്തും. മണികണ്ഠനാലിന്റെ അവിടെ എത്തും. അവിടുന്ന് പിന്നെ മേളം അവിടെ എത്തിയ മേളം സ്റ്റാർട്ട് ചെയ്യും. അതിന് കറക്റ്റ് സമയമില്ല. അപ്പൊ നമ്മളവിടെ ചെന്ന് ഒരു 2 മണിക്കൂറാണ് മേളം. 12 മണിയോടുകൂടി മേളം 10 മണിക്ക് തുടങ്ങിയാൽ 10:30 തുടങ്ങിയാൽ 12:30 അവസാനിക്കും. നേരെ ഉള്ളിൽ കയറി പിന്നെ ചടങ്ങുകളാണ്. പടിഞ്ഞാറ് നട വന്ന് പിന്നെ നിലപാട് തറയിൽ വന്നിട്ട് ശംഖ് വിളിക്കുന്നതോട് കൂടിയിട്ടാണ് ചടങ്ങുകൾ അവസാനിക്കുക. 1 മണിയോടെ അവസാനിച്ച് പോരും. ഈ കാലത്ത് ഇപ്പൊ ഈ മഴയുടെ ഒരു ലക്ഷണമാണ്. മഴയാണ് ഇപ്പൊ നമുക്കൊക്കെ ആശങ്ക നിൽക്കുന്നത്. സാധാരണഗതിയിൽ ഇവിടെ മുതൽ അതുവരേക്ക് ആളുകളൊക്കെ തന്നെ ക്രൗഡായിരിക്കും. ഇപ്പൊ അത് ശരിക്ക് തൃശ്ശൂർ പൂരം എന്നുള്ളത് 3 ദിവസത്തെ ഒരു ചടങ്ങായി മാറി. വളരെ പ്രാധാന്യമുള്ള ചടങ്ങാണ് ഇന്ന്. എല്ലാവരും ഭയങ്കര ഒരു പൂരം തന്നെ. പൂരത്തിന് വലിയ സവിശേഷമായ അതൊരു പണ്ട് മുതൽക്കായുള്ള ഒരു അവകാശം ആണല്ലോ. നെയ്തലക്കാവിലെ അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ളതാണല്ലോ കൊച്ചി രാജാവ്. അതിന്റെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയണ കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഈ തെച്ചിക്കോട്ടവ് രാമേന്ദ്രൻ വന്ന് ഈ നട തുറക്കല് തുടങ്ങിയപ്പോഴാണ് ഇത്രയ്ക്കും ഒരു ആരാധകർ അത്രയ്ക്കും ഒരു ക്രൗഡായത് പരിപാടി. അതിനു മുൻപ് ഇത്ര ഒരു ഇതുണ്ടായിരുന്നില്ല. നമ്മളൊരു ചടങ്ങ് 10-25 പേര് ഇവിടുന്ന് പോയി നട തുറന്ന് പോരും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് ഭയങ്കര ഒരു ഇത്തവണ നല്ല ഗജരാജൻ ഒരു 3-4 കൊല്ലമായിട്ട് ഇപ്പൊ ആ കോവിഡ് കഴിഞ്ഞാൽ അവിടെ നാട് ശിവകുമാർ തന്നെ ദേവസ്ഥാനെയാണല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ അങ്ങനെ അത് പോണു. ഇപ്രാവശ്യം പൂരത്തിനും ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ശിവകുമാർ തിടമ്പെന്ന് ഇവിടുന്ന് പോയി ഇവിടം വരെ നടുവിലാലിന്റെ അവിടെ ഒരു ഇറക്കി പൂജ ഉണ്ട്. അവിടെ വരെ ശിവകുമാർ തന്നെ വരുന്നത്. പൂരത്തിന്റെ ഒരു ആവേശത്തിലാണ്, അതിന്റെ ഒരുക്കത്തിലാണ് അതെ. മന്ത്രി കെ രാജനടക്കമുള്ളവരൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നാണ് ഇവരൊക്കെ ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞിട്ടുള്ളത്. കമ്മീഷണർ എത്തിയിട്ടുണ്ട്. കൂടുതൽ ഇന്നത്തെ ദിവസത്തിന്റെ ചടങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നെയ്തലക്കാവായതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകളൊക്കെ ഉദ്യോഗസ്ഥരൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ കമ്മീഷണർക്ക് പിന്നാലെ മന്ത്രി കെ രാജനും ഇവിടേക്ക് എത്തി എന്നാണ് അറിയാനാകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. എന്നാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കളക്ടറുടെ വാഹനമാണ് എത്തിയത്. സ്വാഭാവികമായിട്ടും 1 മണിക്കൂർ ഒരു നിമിഷങ്ങളിൽ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിമാരൊക്കെ. അതെ അനുമോദ്, പൂര വിളംബരത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. അധികൃതരൊക്കെയും എത്തുന്നു. അതോടൊപ്പം തന്നെ പൂരപ്രേമികളും ആനപ്രേമികളും എല്ലാം ഇപ്പോൾ നഗരത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുമല്ലോ. വിവിധ ഭാഗങ്ങളിൽ നിന്ന്, സംസ്ഥാനത്തിന് പുറത്തുനിന്നും അകത്തുനിന്നും ഒക്കെ എത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ആളുകളെയൊക്കെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ ഒരുങ്ങിയിട്ടുണ്ടാകുമല്ലോ. തീർച്ചയായും നമുക്കറിയാം, ഓരോ തവണയും പൂരവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അതിനെ ചൊല്ലി എപ്പോഴും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്തവണ മുൻപേ ഈ വിഷയങ്ങളിൽ കൃത്യമായ ധാരണയോടെ തന്നെയാണ് ജില്ലാ ഭരണകൂടം തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ആളുകളെ എവിടെ നിർത്തണം, എവിടെ പ്രവേശിപ്പിക്കണം, വെടിക്കെട്ടിന്റെ സമയത്ത് ഉള്ള ചടങ്ങുകൾ എങ്ങനെ ആയിരിക്കണം, അതിന് എത്ര അകലത്തിൽ നിർത്തണം തുടങ്ങി വിവാദങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള ഈ ഒരു സാഹചര്യങ്ങളിലേക്കാണ് ഇവിടെ നമ്മളിപ്പോൾ MLA ചിറ്റിലപ്പള്ളി ചേരുന്നുണ്ട്. അപ്പോൾ പൂരത്തിന്റെ തുടക്കത്തിലേക്ക് കിടക്കുന്നു. അതെ. നെയ്തലക്കാവിലെ അമ്മ നട തുറക്കാൻ വേണ്ടി പുറപ്പെടാൻ പോവുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം. അതോടെ പൂര വിളംബരം, ഇന്നലത്തെ സാമ്പിൾ വെടിക്കത്തിന് ശേഷം പൂര വിളംബരം നെയ്തലക്കാവ് നിന്ന് ഇപ്പോ പുറപ്പെടും. മഴ ഒരു ആശങ്കയൊന്നുമില്ല. അല്ലേ, മഴ കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും. പിന്നെ സാധാരണ ഒരു ചാറ്റില് പതിവുണ്ട് അല്ലേ, ഏതൊരു സമയത്ത് ഉണ്ടാവാറുണ്ട്. ചൂടിന് കുറച്ച് കുറവും കിട്ടുമല്ലോ. അങ്ങ് അതുവരേക്കും സാധാരണ കൂടെ വരാറുള്ള കാണാറുണ്ട്. പരമാവധി പോണം. എട്ടരയോടെയാണ് ഇവിടുത്തെ ചടങ്ങുകളൊക്കെ ആരംഭിക്കുക. കൂടുതൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം മന്ത്രി ഇവിടേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. അത്തരത്തിൽ പൂരത്തിന്റെ വിളംബരത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ. അതെ, ഇനി പൂര വിളംബരത്തിന്റെ നിമിഷങ്ങളാണ്. CV അനുമോദാണ് നെയ്തലക്കാവ് ഭഗവതിയുടെ നടയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുര നട തുറന്ന് കൊമ്പൻ എറണാകുളം ശിവകുമാർ
പൂരവിളംബരം നടത്താൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. ഇന്നലത്തെ സാമ്പിൾ വെടിക്കെട്ടോടുകൂടി നമ്മൾ പൂർണ്ണമായും ആ ഒരു പൂരാവേശത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പൂരപ്രേമികളെല്ലാം തൃശ്ശൂരിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനോടകം തന്നെ എത്തിയ ഒരുപാട് ആളുകളുണ്ട്. ഇന്നലത്തെ സാമ്പിൾ വെടിക്കെട്ടിനെ കുറിച്ചാണ് ആരാധകർക്കെല്ലാം പൂരപ്രേമികൾക്കെല്ലാം പറയാനുള്ളത്. ആവേശത്തിലാക്കിയായിരുന്നു ഇന്നലെ സാമ്പിൾ വെടിക്കെട്ട് നടന്നത്. തിരുവമ്പാടിയാണ് ആദ്യം തിരികൊളുത്തിയത്. നമുക്ക് ആ സാമ്പിൾ വെടിക്കെട്ടൊന്ന് കാണാം. കണ്ണിനും മനസ്സിനും സന്തോഷവും ആനന്ദവും പകർന്നുകൊണ്ട് സാമ്പിൾ വെടിക്കെട്ട് നടന്നു. ആദ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവമ്പാടിയാണ് തിരികൊളുത്തിയത്. പിന്നാലെ പാറമേക്കാവിന്റെ സാമ്പിൾ പൂരവും പൂരപ്രേമികൾക്ക് ആവേശം പകർന്നു. അപ്പോൾ പതിവ് പോലെ ഇത്തവണയും പൂരത്തിന് സമഗ്ര കവറേജുമായി ന്യൂസ് 18 ഉണ്ട്. അപ്പോൾ പ്രേക്ഷകർക്ക് പൂരത്തിന്റെ എല്ലാ ആവേശവും ന്യൂസ് 18 കാണാവുന്നതാണ്. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. റാപ്പർ വേടൻ ഇന്ന് സർക്കാർ വേദിയിൽ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഇടുക്കിയിൽ നടക്കുന്ന എന്റെ കേരളം പരിപാടിയുടെ സമാപനത്തിന്റെ ഭാഗമായാണ് ഷോ. വൈകുന്നേരം വാഴത്തോപ്പ് സ്കൂൾ ഗ്രൗണ്ടിലാണ് വേടന്റെ റാപ്പ് ഷോ. സാഗർ തൊടുപുഴ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. സാഗർ, ഏറെ വിവാദങ്ങൾക്കൊക്കെയും കേസുകൾക്കൊക്കെയും ഒക്കെ ഇടയിൽ നിന്നാണ് റാപ്പർ വേടൻ വേദിയിലേക്ക് എത്തുന്നത്. ആദ്യം ഈ വേദിയിൽ നിന്ന് വേടനെ ഒഴിവാക്കിയിരുന്നു. വീണ്ടും സർക്കാരിന്റെ പിന്തുണയോടുകൂടി റാപ്പർ വേടൻ വേദിയിലേക്ക് എത്തുകയാണ്, സർക്കാർ വേദിയിലേക്ക് എത്തുകയാണ്. മറ്റു വിവരങ്ങൾ ആര്യ, സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഇടുക്കി ചെറുതോണിയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ സമാപന പരിപാടിയിലാണ് റാപ്പർ വേടൻ ഇന്ന് പാടുക. ഈ വേടന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് CPM CPI സംസ്ഥാന സെക്രട്ടറിമാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വേടന്റെ പരിപാടിക്കായി സർക്കാർ വേദി നൽകുവാൻ തീരുമാനിച്ചത്. ഏപ്രിൽ 29-ന്, അതായത് ഈ കഴിഞ്ഞ മാസം 29-ന് ഇടുക്കിയിൽ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി ഈ വേടന്റെ ഷോ നടത്താനായിരുന്നു സംഘാടക സമിതി ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയതിനെ തുടർന്ന് അറസ്റ്റിലായ വേടനെ ഈ പരിപാടിയിൽ നിന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടം ഒഴിവാക്കിയിരുന്നു. അതേസമയം ഈ വേടന് ജാമ്യം, ഈ കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും പുലിപ്പല്ല് കൈവശം വെച്ചു എന്നാരോപിച്ച് വേടനെ വനം വകുപ്പിന് കൈമാറി. നമുക്ക് ആ കേസുകൾ നമുക്ക് അറിയാവുന്നതാണ്. ആ കേസിൽ പിന്നീട് വേടന് ജാമ്യം ലഭിച്ചു. അതിനുശേഷമാണ് സർക്കാർ നേരത്തെ റദ്ദാക്കിയ പരിപാടി ഇന്ന് നടത്തുവാൻ തീരുമാനിച്ചത്. ഈ പരിപാടിയിലേക്കാണ് വേടനെ ക്ഷണിച്ചിരിക്കുന്നത്. ചെറുതോണി വാഴത്തോപ്പ് സർക്കാർ സ്കൂളിൽ നടക്കുന്ന വിപണന മേളയുടെ സമാപനത്തോടനുബന്ധിച്ചാവും വേടന്റെ ഷോ ഇന്ന് നടക്കുക. വൈകിട്ട് 7 മണിക്കാണ് പരിപാടി നടക്കുക എന്നാണ് സംഘാടക സമിതി അറിയിച്ചിരിക്കുന്നത്. പൂർണ്ണമായുള്ള പോലീസിന്റെ സുരക്ഷയും പരിപാടിക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, വേടൻ പങ്കെടുക്കുന്ന വേദികളിലെല്ലാം തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടുക. ഇതിനു മുമ്പ് പരിപാടി നടത്തിയിടത്തെല്ലാം തന്നെ
പോലീസ് എത്തി പരിപാടി നിർത്തിക്കുന്ന ഒരു സംഭവം വരെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്കും പോലീസിന്റെ വൻ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഈ വേടനെ പിന്തുണച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ രംഗത്തെത്തി. അതായത് വേടൻ കേരളത്തിൽ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കലാകാരനാണ്. വേട്ടയാടുവാനുള്ള ഒരു ശ്രമവും കേരള സമൂഹം അംഗീകരിക്കില്ല എന്നുൾപ്പെടെ MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇടുക്കിയിൽ നടക്കുന്ന സർക്കാർ പരിപാടിയിൽ തന്നെ വേടന് വേദിയൊരുക്കിയിരിക്കുന്നത്. ആര്യ, തീർച്ചയായും PS സാഗറാണ് വിവരങ്ങൾ നൽകിയത്. ചുരുങ്ങിയ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വേദിയിലേക്ക് എത്തുകയാണ് വേടൻ. ആരാധകർ എല്ലാം കാത്തിരിക്കുന്ന ഒരു ഷോ കൂടിയാണ്, അതും സർക്കാർ വേദിയിൽ കൂടിയാണ് വീണ്ടും വേടൻ എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും വൈകുന്നേരമാണ് ഇന്ന് ഇടുക്കിയിൽ ഷോ നടക്കാൻ പോകുന്നത്. നേതൃമാറ്റം സംബന്ധിച്ച അനിശ്ചിതത്വങ്ങൾക്കിടെ KPCC അധ്യക്ഷൻ K സുധാകരൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കും. AK ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കളെ നേരിൽ കണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വിശദീകരിക്കുമെന്നാണ് സൂചന. നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളിൽ ദേശീയ നേതൃത്വം ഇപ്പോഴും മൗനം തുടരുകയാണ്. കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി തനിക്കെതിരെ ദേശീയ നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകിയിട്ടും ഇപ്പോഴും അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നത് ദേശീയ നേതൃത്വത്തിന് തന്നിലുള്ള വിശ്വാസം കൊണ്ടാണെന്ന് സുധാകരൻ News 18നോട് നടത്തിയ തുറന്നു പറച്ചിലാണ് ഹൈക്കമാൻഡിനെ വെട്ടിലാക്കിയിരിക്കുന്നത്. VV അരുൺ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, എത്രത്തോളം വലിയൊരു പ്രതിസന്ധിയിലാണ് ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ എന്ന തരത്തിലാണോ നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ടത്? എന്തായാലും അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് താൻ മാറില്ല, അത്തരത്തിലൊരു ചർച്ചയെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് നടന്നിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് K സുധാകരൻ. സുധാകരന്റെ നീക്കങ്ങൾ ഏത് തരത്തിലാണ്? അതോടൊപ്പം കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കങ്ങൾ ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്? ആര്യ, വലിയ പ്രതിസന്ധി കോൺഗ്രസിൽ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നത് വ്യക്തമാണ്. KPCC അധ്യക്ഷൻ K സുധാകരൻ തനിക്ക് ആരും ഭയക്കാനില്ല, തന്നെ ആരും മാറാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴും യഥാർത്ഥ സാഹചര്യം അങ്ങനെയല്ല. സുധാകരനെ മാറ്റാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഹൈക്കമാൻഡിനും അത്തരം താല്പര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. സുധാകരനെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ നിലപാട് എന്താകും, അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം മാറ്റിയാൽ ഏത് തരത്തിലാകും അദ്ദേഹം പ്രതികരിക്കുക എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിനും സംസ്ഥാന നേതൃത്വത്തിനുമൊക്കെ വലിയ ഭീതിയുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് ആ നീക്കം ഇത്രയധികം വൈകാൻ കാരണം. സുധാകരൻ പറയുന്നത് ശരിയാണ്, സുധാകരനോട് ആ രീതിയിൽ മാറണമെന്ന് ആരും ആവശ്യപ്പെട്ടില്ല. പക്ഷേ മാറ്റാനുള്ള നീക്കങ്ങൾ വളരെ ശക്തമാണ്. ചില ആളുകൾ അതിന് ശ്രമിക്കുന്നുവെന്ന് സുധാകരൻ വ്യക്തവുമാണ്. എങ്ങനെയാകും ഈ ഒരു പ്രശ്നം കോൺഗ്രസ് പരിഹരിക്കുക? സുധാകരന്റെ പ്രതിഷേധവും സുധാകരന്റെ താല്പര്യക്കുറവും മാറാനുള്ള താല്പര്യക്കുറവും ഒക്കെ മറികടന്നുകൊണ്ട് നീക്കണമെന്ന അഭിപ്രായവും കോൺഗ്രസിൽ ശക്തമാവുകയാണ്. ഏത് തരത്തിലാകും ഇതിനെ മറികടക്കുക എന്നാണ് ഇനി അറിയേണ്ടത്. ഇന്ന് നമ്മുടെ സുധാകരൻ News 18നോട് ഡാൻ കുര്യൻ നൽകിയ അഭിമുഖത്തിൽ സുധാകരനാണ് പറഞ്ഞത് ഇവിടെ കോൺഗ്രസിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ്. അവർക്ക് സുധാകരന്റെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. സുധാകരനെ മാറ്റണമെന്ന ആവശ്യം അവർ തന്നെ ഹൈക്കമാൻഡിനോട് മുന്നോട്ട് വച്ചു. കാരണം കോൺഗ്രസിന് ജീവൻ മരണ പോരാട്ടമാണ് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും. ഒരു തവണ കൂടി ഭരണം നഷ്ടമായാൽ അത് കോൺഗ്രസിനുണ്ടാക്കുന്ന വിഷമം ചെറുതാകില്ല. മുന്നണി ബന്ധങ്ങളിൽ പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മുന്നണി ആരൊക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ പോലും പിന്നീട് വലിയ ചോദ്യങ്ങൾ ഉയരും. അതുകൊണ്ട് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുക എന്ന കോൺഗ്രസ് ഏറ്റവും പ്രധാനമാണ്. സുധാകരനെ പോൽ നേതാവിനെ ഇപ്പോൾ അധ്യക്ഷസ്ഥാനത്തിരുത്തി സാധ്യമാകുമോ എന്ന തരത്തിലാണ് ചർച്ചകൾ നടക്കുന്നത്. സാധ്യമാകില്ല എന്ന അഭിപ്രായമുള്ളവർ കോൺഗ്രസിൽ പ്രബലവുമാണ്. അതാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നത്. പകരം കുറച്ചുകൂടി ആക്റ്റീവായി പാർട്ടിയെ നയിക്കാൻ കഴിവുള്ള ഒരു പ്രസിഡന്റിനെ കൊണ്ടുവരണമെന്ന അഭിപ്രായമാണ് നേതൃത്വത്തിൽ പൊതുവിലുള്ളത്. അങ്ങനെ വരുമ്പോൾ തെരഞ്ഞെടുപ്പിലെ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ നേട്ടം കോൺഗ്രസിന് UDF ഉണ്ടായിട്ട് അതിന്റെ ക്രെഡിറ്റ് പ്രതിപക്ഷ നേതാവിന് മാത്രമല്ല തനിക്കും കൂടി അവകാശപ്പെട്ടതെന്ന് സുധാകരൻ പറയുന്നു. അങ്ങനെ മാറ്റുകയാണെങ്കിൽ പാക്കേജായി മാറ്റണം, താൻ മാറിയാൽ പ്രതിപക്ഷ നേതാവിനെ മാറ്റണമെന്ന ആവശ്യമാണ് നേരത്തെ സുധാകരൻ മുന്നോട്ട് വച്ചിരുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ നമ്മോട് സംസാരിക്കുമ്പോഴൊക്കെ ഹൈക്കമാൻഡ് ഇറങ്ങിപ്പോകും എന്ന് പറയുമ്പോഴും സുധാകരൻ അത്ര പെട്ടെന്ന് ഇറങ്ങിപ്പോകുമെന്ന് ഹൈക്കമാൻഡോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ വിചാരിക്കുന്നില്ല. അവിടെയാണ് കോൺഗ്രസിൽ പ്രതിസന്ധികൾ കൂടുതൽ രൂക്ഷമാകുന്നത്. ഇന്ന് ഒരുപക്ഷെ പുതിയ പ്രശ്നം തീരുമാനിച്ചുകൊണ്ട് അറിയിപ്പ് വരുമെന്ന് പറയുന്നവരൊക്കെ കോൺഗ്രസിലുണ്ട്. അതിനുവേണ്ടി കുപ്പായം തച്ചുവച്ചവരും കോൺഗ്രസിലുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച തന്നെ ഒരു നേതാവ്, ഈ അധ്യക്ഷസ്ഥാനം പ്രതീക്ഷിക്കുന്ന നേതാവ് എല്ലാ തയ്യാറെടുപ്പുകളും തന്നെ അധ്യക്ഷനെ പ്രഖ്യാപിച്ചാൽ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിന്റെ അടക്കം തയ്യാറെടുപ്പുകൾ നടത്തിയ വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഏതായാലും അത്തരം കാര്യങ്ങളൊക്കെ അത്ര എളുപ്പമാകുമോ എന്നാണ് അറിയേണ്ടത്. സുധാകരനെ അനുനയിപ്പിക്കാതെ സുധാകരനെ നിർബന്ധപൂർവ്വം മാറ്റിയാലുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തെ വലയ്ക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. സുധാകരനാകട്ടെ
തന്നെ മാറ്റാൻ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തിട്ടില്ല നിലപാടിൽ ഉറച്ചു നിൽക്കുകയുമാണ്. തീർച്ചയായും വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG സെന്ററിന്റെ പുതിയ മന്ദിരത്തിലാണ് യോഗം ചേരുക. സർക്കാരിന്റെ വാർഷിക പരിപാടികളുടെ അവലോകനം, വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ തുടങ്ങിയവ ചർച്ചയാകും. PK ശ്രീമതിയെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയതുമായി ബന്ധപ്പെട്ട വിവാദവും ചർച്ചയായേക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനെ അധിക്ഷേപിച്ച K മുരളീധരന് CPM നേതൃത്വത്തിന്റെ മറുപടിയും ഇന്നുണ്ടാകും. ആശമാരുടെ രാപകൽ സമരയാത്ര ഇന്ന് ആരംഭിക്കും. യാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നടക്കും. സമരയാത്ര 45 ദിവസം നീണ്ടു നിൽക്കും. സാമൂഹ്യ പ്രവർത്തകൻ ഡോക്ടർ ആസാദ് സമരയാത്ര ഉദ്ഘാടനം ചെയ്യും. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദുവിന്റെ നേതൃത്വത്തിലാണ് സമരയാത്ര നടക്കുക. KV ബൈജു കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, നമുക്കറിയാം ഒരു മാസത്തിലധികം നീണ്ടുനിന്ന വലിയ സമരം, അത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം അടക്കം അവർ നടത്തിയിരുന്നതാണ്. ആ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ വിഫലമായപ്പോഴാണ് കേരളം ഒട്ടുക്ക് സഞ്ചരിച്ചുകൊണ്ട് ഈ എല്ലാ ജനങ്ങളിലേക്കും അവരുടെ പ്രശ്നങ്ങൾ എത്തിക്കുക എന്നുള്ള തരത്തിൽ ഈ സമരയാത്രയുമായി ആശമാർ മുന്നോട്ട് നീങ്ങുന്നത്. കാസർഗോഡ് നിന്നാണ് തുടക്കം കുറിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ആര്യ, 84 ദിവസം പിന്നിട്ടിരിക്കുന്നു ആശമാരുടെ സമരം. അപ്പോൾ കൂടുതൽ കടുപ്പിക്കുക, അതായത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിന് പേരിട്ടിരിക്കുന്നത് തന്നെ ആശമാരുടെ സഞ്ചരിക്കുന്ന രാപ്പകൽ സമരയാത്ര എന്നാണ്. അത് കാസർഗോഡ് ജില്ലയിൽ നിന്നും ഇന്ന് ആരംഭിച്ച് 45 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ്. ഇതിൽ വിവിധ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ പങ്കെടുക്കും. ഏതായാലും ഡോക്ടർ ആസാദാണ് 10 മണിക്ക് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇത് യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത്. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു നയിക്കുന്ന ഈ യാത്ര ഇന്ന് കാഞ്ഞങ്ങാടാണ് സമാപനം. കാഞ്ഞങ്ങാട് ടൗണിൽ തന്നെയാണ് അന്ത്യം ഉറങ്ങുക. അങ്ങനെ 2 ദിവസം കാസർഗോഡ് ജില്ലയിൽ തന്നെ പരിപാടി നിശ്ചയിച്ചിട്ടുണ്ട്. നേരത്തെ ഉന്നയിച്ച ആ ആവശ്യങ്ങൾ, അത്തരം ആവശ്യങ്ങൾ തന്നെയാണ് അതിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഈ സമരം. ഫെബ്രുവരി 10 മുതലാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്തരത്തിലുള്ള അനിശ്ചിതകാലം സമരം ആരംഭിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 84 ദിവസം പിന്നിട്ടിട്ടും ഇതിന് ഒരു പരിഹാരമായില്ല. അത്തരം ഒരു പശ്ചാത്തലത്തിലാണ് സമരം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചത്. ജൂൺ 17 തിരുവനന്തപുരത്ത് മഹാറാലിയോടെ ഈ യാത്ര സമാപിക്കുക. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ 84 ദിവസം സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്ത ആ സമരവും പ്രതിഷേധവും ഒക്കെ വിഫലമായതിന് പിന്നാലെയാണ് കേരളം ഒട്ടുക്ക് സഞ്ചരിച്ച് രാപകൽ സമരയാത്രയുമായി ആശമാർ മുന്നോട്ട് നീങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. കാസർഗോഡ് ഇന്ന് അതിന് തുടക്കം കുറിക്കുകയാണ്. തമിഴ്നാട്ടിൽ ട്രക്കിങ്ങിനിടെ മലയാളിയായ യുവ ഡോക്ടർ മരിച്ചു. തിരുവനന്തപുരം സ്വദേശി അജ്സൽ A സെയിൻ ആണ് മരിച്ചത്. ആനമല കടുവ സംരക്ഷണ കേന്ദ്രത്തിൽ ഇന്നലെയായിരുന്നു സംഭവം. നിർജ്ജലീകരണമാണ് മരണകാരണമെന്നാണ് വിവരം. നമ്മുടെ ഫേവറേറ്റ് സെഗ്മെന്റിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇന്ന് ആരൊക്കെയാണ് ന്യൂസ് 18നോടൊപ്പം അവരുടെ സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നത് എന്ന് നോക്കാം. ശംഖുമുഖം സ്വദേശി കാർത്തികയുടെ പിറന്നാളാണിന്ന്. അപ്പോൾ കാർത്തികയ്ക്ക് ഹസ്ബൻഡായ വിഷ്ണു ആണ് ആശംസകൾ നേരുന്നത്. അപ്പോൾ വിഷ്ണുവിന്റെ വക മാത്രമല്ല, ന്യൂസ് 18 കുടുംബത്തിന്റെ വകയും കാർത്തികയ്ക്ക് ആശംസകൾ അറിയിക്കുകയാണ്. ആയൂർ കാരാളിക്കോണത്തെ ഹൈസിൻ ലാഹിസിന്റെ 4ാം പിറന്നാളാണ് ഇന്ന്. അപ്പോൾ ഹൈസിൻ മോന് ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. പരപ്പാടിയിലെ ഫഹദ് M റാഫിയുടെ ജന്മദിനമാണിന്ന്. ഫഹദിന് എല്ലാവിധ ആശംസകളും ന്യൂസ് 18 അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ. ഇനി ഞങ്ങൾക്ക് കൂടുതൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡേ ആണിന്ന്. ന്യൂസ് 18 കേരളം സ്പോർട്സ് എഡിറ്റർ എൽദോ പോൾ പുതുശ്ശേരിയുടെയും ജിഞ്ചുവിന്റെയും 11ാം വിവാഹ വാർഷികമാണ് ഇന്ന്. അപ്പോൾ 2 പേർക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ ട്രീറ്റിംഗ് ഓഫീസിൽ എത്തിക്കണം എന്ന് എടുത്തു പറയുകയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം 2 പേരും ചേർന്ന് അടിച്ചു പൊളിക്കാം. ഹാപ്പി ആനിവേഴ്സറി. നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി എൽദോ പോൾ പുതുശ്ശേരി തന്നെ ചേരും. പോലീസ് പെട്രോൾ കാണാം. നമസ്കാരം.